സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദേവു സ്ലീവ്സ്റ്റൈലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പൊ ഞാനിന്ന് സത്യം പറഞ്ഞാൽ വീട്ടിലിരുന്ന് ബോറടിച്ചിരിക്കുന്ന ഒരു സമയത്ത് എനിക്ക് എന്ത് ചെയ്യണം, കാരണം മോള് സ്കൂളിൽ പോയി, ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയി. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ച് ഇങ്ങനെ ചത്ത് പണ്ടാരടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കരുതി കുറെ നാളായാലും യൂട്യൂബിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ബ്യൂട്ടി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്, അപ്പൊ ഞാൻ കരുതി ഒരു ബ്യൂട്ടി വീഡിയോ ചെയ്താലോ. പക്ഷേ കണ്ടന്റ് വേണ്ടേ, കണ്ടന്റ് എന്ത് ചെയ്യും? അങ്ങനെ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കണ്ടന്റ് ഇല്ല. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഞാൻ കണ്ണുകൾ എഴുതുന്ന രീതികൾ നിങ്ങൾക്ക് ആയിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് കരുതി. ഞാൻ ഐലൈനർ വെച്ചിട്ട് പല രീതിയിലും കണ്ണുകൾ എഴുതാറുണ്ട്. ഞാൻ മാത്രമല്ല, എല്ലാവരും എഴുതാറുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഞാൻ എഴുതുന്ന കുറച്ച് രീതികൾ നിങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയ കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതുപോലെ നിങ്ങൾക്ക് തമിഴിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും വീഡിയോയിൽ എന്താണെന്നുള്ള കാര്യം. അപ്പൊ നമുക്കോട്ട് താമസിക്കുന്നത് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എനിക്ക് കണ്ണുകൾ എഴുതാനായിട്ട് ഞാൻ ഐലൈനറും ഇതുപോലെ ഒരു പെൻസിലല്ല, ഇതെന്താ പറയാ, കാജലും ലാക്മിയുടെ കാജലും ഐടെക്സിന്റെ മസ്കാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മസ്കാര ഞാൻ വളരെ അങ്ങനെ എവിടെയെങ്കിലും നല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അല്ലാതെ റെഗുലർ യൂസിനൊന്നും മസ്കാര യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് ഇത് മാത്രമാണ് ഞാൻ റെഗുലർ യൂസിന് യൂസ് ചെയ്യുന്നത്. പിന്നെ കല്യാണം, ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഇതും യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം ഞാൻ കണ്ണെഴുതുന്ന രീതി ഈ കാജൽ വെച്ചിട്ടാണ് കാണിച്ചു തരാം. നമ്പർ 1, താഴ്ഭാഗത്ത് ഞാൻ ഇത്രയും ഭാഗം മാത്രമേ എഴുതത്തുള്ളൂ, കണ്ടോ? പക്ഷെ മേളില് ഫുൾ എഴുതും. കണ്ടോ? അതായത് മേളില് ഞാൻ ഫുൾ എഴുതിയിട്ടുണ്ട്, താഴ്ഭാഗത്ത് ഇതിന്റെ പകുതി വരെ എഴുതിയിട്ടുള്ളൂ. എന്നിട്ട് ചെറുതായിട്ട് ഇവിടെ ഒരു വാല് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ണിന് കുറച്ച് വലിപ്പം തോന്നിക്കും, ഒരു നീളം തോന്നിക്കും. അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്പർ 1. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് കാണാം. അടുത്തത് ഞാൻ താഴ്ഭാഗം കംപ്ലീറ്റ് ഫില്ല് ചെയ്യും. കണ്ടോ? ഇതാണ് എന്റെ രണ്ടാമത്തെ ഐ ലുക്ക്. അതായത് ഫുൾ താഴെ മേളിലും കംപ്ലീറ്റ് ആയിട്ട് കാജൽ വെച്ച് എഴുതും, പിന്നെ മസ്കാരയും കൂടി ഇട്ട് കൊടുക്കും. ഇപ്പൊ ഞാൻ മസ്കാര അപ്ലൈ ചെയ്യുന്നില്ല, ലാസ്റ്റ് അപ്ലൈ ചെയ്യാന്ന് കരുതി. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് ലുക്ക് നമ്പർ 3. ഇതാണ് എന്റെ മൂന്നാമത്തെ ലുക്ക്. മേൽഭാഗത്ത് ഐലൈനർ വെച്ചിട്ട് ഒരു വിങ്, കണ്ടോ? ഇവിടെ എൻഡിൽ ഒരു വിങ് കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് കാജലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് നാലാമത്തെ ലുക്ക് കാണാം. നാലാമത്തെ ലുക്ക് ഞാൻ ഐലൈനർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്, കാണിച്ചു തരാം. ഈ കോർണർ കണ്ടോ? ഈ കോർണറിൽ നിന്ന് ഇങ്ങനൊരു വാലും കൂടെ മുന്നിലേക്ക് ഇടും, കണ്ടോ? ഇതുപോലെ. എന്നിട്ട് താഴ്ഭാഗത്തും കൂടെ ഒന്ന് എഴുതി കൊടുക്കും. അങ്ങനെ എന്റെ നാലാമത്തെ ലുക്കും റെഡിയായി. കണ്ടോ? കണ്ണിന്റെ ഈ എൻഡ് ഭാഗത്തും, അതായത് ഈ ഇന്നർ കോർണറിന് പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരച്ചിട്ടുണ്ട്, കണ്ടോ? അതുപോലെ ഇവിടെ വാലുമുണ്ട്. അപ്പൊ നമ്മുടെ കണ്ണിനൊരു നീളം തോന്നിക്കും, കണ്ടോ? എന്റെ കണ്ണ് കുഞ്ഞു കണ്ണാണ്, അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ എനിക്ക് കുറച്ച് വലിപ്പം തോന്നിക്കാറുണ്ട്. അതുപോലെ കുഞ്ഞു കണ്ണുള്ളവർ ഇങ്ങനെ തന്നെ ഒന്ന് എഴുതി നോക്കണം, അപ്പൊ കുറച്ച് വലിപ്പം തോന്നിക്കും കണ്ണിന്. ഇനി നമുക്ക് അഞ്ചാമത്തെ ലുക്ക് കാണാം. അഞ്ചാമത്തെ ലുക്ക് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. താഴ്ഭാഗത്ത് നമ്മൾ എഴുതിയില്ലേ, അങ്ങനെ നീട്ടി ഒരു വാലും കൂടെ ഇടുന്നുണ്ട്. അപ്പൊ നമ്മുടെ അഞ്ചാമത്തെ ലുക്കും റെഡിയായി കഴിഞ്ഞു. കണ്ടോ? താഴെന്ന് എഴുതിയത് ഇവിടെ നീക്കി ഇവിടെ സെപ്പറേറ്റ് ഒരു വാല് കൊടുത്തിട്ടുണ്ട്.
ഇതാണ് എൻ്റെ 5ാമത്തെ ലുക്ക്. ഇതും നമ്മുടെ കണ്ണിന് വലിപ്പം തോന്നിക്കും. ഇനി 6ാമത്തെ ലുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കണ്ണ് രണ്ടും തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് 6ാമത്തെ ലുക്ക് ചെയ്യുന്ന എങ്ങനെ നോക്കാം. അത് ഞാൻ ഐലൈനർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ 6ാമത്തെ ലുക്ക് ഇതാണ്. 6ാമത്തെ ലുക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഈ പീലിയിലെ കണ്ണിന്റെ മുകളിൽ പീലി സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തും പീലി എൻഡ് ചെയ്യുന്ന ഭാഗം വരെ മാത്രമേ എഴുതുള്ളൂ. അതും വളരെ വലുതായിട്ട് എഴുതില്ല, ഒരു മീഡിയം സൈസിൽ, എന്നാൽ ഒരുപാട് ചെറുതുമായിട്ടല്ല ഒരുപാട് വലുതുമായിട്ടല്ല, അങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ എഴുതി കൊടുക്കാറാണ് പതിവ്. എന്നിട്ട് നന്നായിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇത് വലിയ കണ്ണുള്ളവർക്ക്, അതായത് നമ്മുടെ ഉണ്ടക്കണ്ണില് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഉണ്ടക്കണ്ണില് അങ്ങനെയുള്ളവർക്ക് എഴുതി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇതാണ് എൻ്റെ 6ാമത്തെ ലുക്ക്. ഇനി നമുക്ക് 7ാമത്തെ ലുക്ക് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. അങ്ങനെ നമ്മുടെ 7ാമത്തെ ലുക്കും റെഡി ആയി കഴിഞ്ഞു. 7ാമത്തെ ലുക്ക് എങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ, പക്ഷെ അത് കുറച്ച് വീതി കൂട്ടി ഇന്നർ കോർണറിലേക്ക് ലൈറ്റ് ആയിട്ട് വളരെ തിന്നായിട്ടൊന്ന് മുട്ടിച്ചു കൊടുക്കും. കണ്ടോ? എന്നിട്ട് മേൽഭാഗം നല്ല വീതി കൂട്ടി ഈ പീലി അവസാനിക്കുന്ന ഭാഗം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും, വാലിടത്തില്ല, ഇവിടം വരെ. കണ്ടോ? ഇതാണ് എൻ്റെ 7ാമത്തെ ലുക്ക്. അപ്പൊ നമുക്ക് 8ാമത്തെ ലുക്ക് കാണാം. ഇനി നമുക്ക് 8ാമത്തെ ലുക്ക് കാണാം. അങ്ങനെ 8ാമത്തെ ലുക്കും റെഡി ആയി കഴിഞ്ഞു. അപ്പൊ നമുക്ക് അതെങ്ങനെയാന്ന് നോക്കാം. കണ്ടോ? മേള് വരച്ചതുപോലെ തന്നെ താഴെ കൺപീലി സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് തുടങ്ങി കൺപീലി എൻഡ് ചെയ്യുന്ന ഭാഗം വരെ എഴുതത്തുള്ളൂ. 2 എൻഡും മുട്ടത്തില്ല, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കും. ഇതാണ് എൻ്റെ 8ാമത്തെ ലുക്ക്. 8ാമത്തെ ലുക്കിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് കണ്ണ് കുറച്ച് ഉണ്ടക്കണ്ണായിട്ട് ഫീൽ ചെയ്യും. അതാണ് 8ാമത്തെ ലുക്കിന്റെ പ്രത്യേകത. അപ്പൊ നമുക്കിനി 9ാമത്തെ ലുക്ക് എങ്ങനെയാന്ന് നോക്കാം. 9ാമത്തെ ലുക്ക് ഞാൻ ഇതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഇതിന്റെ അകത്തൊന്ന് കാജലും കൂടെ വരച്ചു കൊടുക്കും. കാജൽ വരച്ചു കൊടുത്തിട്ട് എൻഡ് ഭാഗം ഒന്ന് മുട്ടിക്കും. അതായത് ഔട്ടർ കോർണർ ഒന്ന് മുട്ടിച്ചെടുക്കും. പക്ഷെ ഇന്നർ കോർണർ മുട്ടിക്കത്തില്ല, ഔട്ടർ കോർണർ മാത്രം ഒന്ന് മുട്ടിച്ചെടുക്കും. അപ്പൊ നമ്മുടെ 9ാമത്തെ ലുക്കും റെഡിയായി കഴിഞ്ഞു. കണ്ടോ? ഇതിനകത്ത് നമ്മുടെ താഴ്ഭാഗത്ത് അകത്തായിട്ട് ഞാൻ നമ്മുടെ കാജൽ എഴുതി കൊടുത്തു. അതുപോലെ എൻഡ് ഭാഗം ഒന്ന് മുട്ടിച്ചെടുത്തു. കണ്ടോ? എൻഡ് ഭാഗം യോജിപ്പിച്ചു. പക്ഷെ ഇന്നർ കോർണർ നമ്മൾ യോജിപ്പിച്ചിട്ടില്ല. 2 വശത്തും എൻഡ് ഭാഗം മാത്രമേ യോജിപ്പിച്ചിട്ടുള്ളൂ, ഇന്നർ കോർണർ യോജിപ്പിച്ചിട്ടില്ല. ഇത് നല്ല ഉണ്ടക്കണ്ണുള്ളവരുണ്ടല്ലോ, അവരെഴുതിയാൽ നല്ല അടിപൊളിയായിരിക്കും. നല്ല ഇങ്ങനെ കണ്ണിങ്ങനെ തള്ളി നിൽക്കും. ഇപ്പൊ എന്നെപ്പോലെ ചെറിയ കണ്ണുള്ളവർക്കും ഇങ്ങനെ എഴുതുമ്പോൾ തന്നെ കണ്ണിന് കുറച്ച് വലിപ്പം തോന്നിക്കുന്നുണ്ട്. കണ്ടോ? നല്ല ഷേപ്പായിട്ട്, അതായത് നല്ലൊരു ഉണ്ടക്കണ്ണിന്റെ ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ 10ാമത്തെ ലുക്ക് നോക്കാം. ഐലൈനറും കാജലും കൂടെ വെച്ചിട്ടാണ് ഞാൻ 10ാമത്തെ ലുക്ക് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഐലൈനർ വെച്ച് താഴ്ഭാഗം വരച്ചു കൊടുത്തു. ഇനി നമുക്ക് കാജൽ വെച്ചിട്ട് അകത്തൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. കണ്ടോ? ആണ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് മേൽഭാഗത്ത് നന്നായിട്ട് മസ്കാര ഇട്ട് കൊടുക്കാം, കാരണം നമ്മൾ മേൽഭാഗം വരയ്ക്കുന്നില്ലല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ 10ാമത്തെ ലുക്ക്. അതായത് നമ്മുടെ താഴ്ഭാഗത്ത് ആദ്യം ഐലൈനർ വരച്ചു, അതിനുശേഷം അകത്ത് നമ്മൾ കാജൽ ഫില്ല് ചെയ്ത് കൊടുത്തു, മേളില് നന്നായിട്ട് നമ്മൾ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇതാണ് നമ്മുടെ 10ാമത്തെ ലുക്ക്. ഇനി നമുക്ക് നമ്മുടെ 11ാമത്തെ ലുക്കും കൂടെ കാണാം. അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അത് ഞാൻ നല്ലൊരു നീണ്ട വാലൊക്കെ ഇട്ടുള്ള ഒരു കണ്ണെഴുത്താണ് എഴുതാൻ പോകുന്നത്. അങ്ങനെ നമ്മള് 11ാമത്തെ ലുക്ക് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ?
കണ്ണിന്റെ മേളില് അത്യാവശ്യത്തിൽ കൂടുതൽ വീതിക്ക് ഐലൈനർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നന്നായിട്ട് നീളത്തില് വാലിട്ടിട്ടുണ്ട്. കണ്ടോ? മേളില് ഞാൻ പൊതുവെ ഇങ്ങനെ എഴുതാറില്ല, എനിക്ക് തിന്നായിട്ട് എഴുതാൻ ഇഷ്ടം. ഇതാണ് എന്റെ 11ാമത്തെ ലുക്ക്. ഇനി നമുക്ക് ലാസ്റ്റ് ലുക്കിലേക്ക് പോവാം. അപ്പൊ അത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് ഞാൻ കാജൽ എടുക്കുന്നുണ്ട്. കാജൽ എടുത്ത് വാട്ടർ ലൈനും ടൈറ്റ് ലൈനും നന്നായിട്ടൊന്ന് എഴുതി കൊടുക്കുവാണ്. നന്നായിട്ടെന്ന് വെച്ചാല് ഭയങ്കര തിക്കായിട്ടല്ല, അല്ലാണ്ട്. കണ്ടോ? ഇങ്ങനെ ലൈറ്റ് ആയിട്ടാണ് എഴുതുന്നത്. കണ്ടോ? ഇങ്ങനെ ജസ്റ്റ് ലൈറ്റ് ആയിട്ടൊന്ന് വാട്ടർ ലൈനും ടൈറ്റ് ലൈനും ഒക്കെ ഒന്ന് എഴുതി കൊടുക്കും കാജൽ വെച്ചിട്ട്. അതിനുശേഷം അതേപോലെ തന്നെ ലൈറ്റ് ആയിട്ട് ഐലൈനർ എഴുതി കൊടുക്കും. ഇങ്ങനെ വളരെ നേരിയ രീതിയിൽ മേൽഭാഗത്ത് ഐലൈനർ എഴുതി കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കും. കണ്ടോ? ഇതാണ് എന്റെ 12ാമത്തെ ലുക്ക്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. 12 ഡിഫറെന്റ് ലുക്സും നിങ്ങൾ ചെയ്തു നോക്കണം. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ പറയുന്നതിന് മുന്നേ ആരെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, അത് നിങ്ങൾ കാണുന്നവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ ഈ വീഡിയോസ് ഒക്കെ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ. ടേക്ക് കെയർ.